സുഹൃത്തേട്ടാ ഞാൻ ഈ കാണുന്നേ എന്തുവാടാ ഇത് കാണുന്നേ? ഇത് കണ്ടോ? ഇതെങ്ങനെയാ കയറിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണേ. ഈ കസേര അവിടെ കിടക്കുമായിരുന്നു, അതുവഴി കയറി. ഇവിടെ അച്ഛൻ ഡാഡ പൊന്നുമോനെ താരാട്ട് പാടി ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ എഡിറ്റിംഗ് പരിപാടിയിലായിരുന്നു ആ സമയത്ത്. വേണ്ട, കേറിയിരുന്ന് ആടും അവിടെ ഇരുന്ന്. പണ്ട് മറ്റേ ചെറിയ എന്നെ കൂടെ കേട്ടോ, രണ്ടിനും കൂടെ കേറാം. ചേച്ചി ഇച്ചിരി പേടിപ്പിക്കാനൊക്കെ വന്നേണേ. ചേച്ചി തളർന്നേ. വീഡിയോ കണ്ടപ്പോ ഡീസന്റ് ആയതാ, തിരേരം മുമ്പ് കുറച്ചതാ. അവിടെ ഇരുന്നോട്ടോ, അവിടെ ഇല്ലടാ, നീ ഇന്ന് അവിടെ ഇരിക്കും, നീ ഇന്ന് അവിടെ കിടന്നോ. ആ ഇവനെ കൂടെ തോറ്റിരിക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റൂല, എല്ലാം അങ്ങ് കയറും. ഏതൂട്ടാ ഇനി മുതൽ നിന്റെ ആലോചിച്ചിട്ട് അവിടെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കും. ഫുഡ് വരെ അവിടെ എത്തിക്കും. ഒരു സ്നാഗിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ചാടാൻ പറ്റില്ല, കാര്യം ഞാൻ ചേർ ഇങ്ങോട്ട് മാറ്റിയതാ. ഇരുന്നോടാ, അവിടെ ഇരുന്നോ. നിനക്കുള്ള ശിക്ഷ ചെയ്താ. അവനത് സുഖമെന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. അവൻ ചാടും, അവന് ചാടാൻ പറ്റൂലെന്ന് വിചാരിക്കുന്നു. ഞാനല്ല, എനിക്ക് അവന്റെ കഴിവ് നല്ല വിശ്വാസമുണ്ട്. അവന്റെയും ഇവന്റെയും. കുരുത്തം കെട്ടതേ. ആ ആവേശത്തിനങ്ങ് ഇറങ്ങട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. നിനക്ക് അത് തന്നെ വേണം. കൊച്ചിന്റെ തൊട്ടിലിപ്പം കൊച്ചിന് യൂസ് ചെയ്യാറില്ല കേട്ടാ. അവനറിയായിരിക്കുമല്ലോ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക്. ഇറക്കം കൊണ്ട് മോനായി പോയില്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. ചാടാ, കേറാൻ നിനക്ക് ഇത്രയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇറങ്ങാനാണല്ലോ കുഴപ്പം. കണ്ടോ ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. വിത്ത് പ്രൂഫ്. ഇപ്പൊ കിട്ടുവേ. മറ്റേ സിനിമയില് മീശവാദമല്ലേ, തുണിയുടെ മുഴുവൻ തള്ളിയിട്ടേക്ക് അവിടെ. അത് ഇവൻ മാത്രമല്ല കേട്ടോ ഉത്തരവാദി. ഇതേണ്ട ഇവിടെ ബാസ്ക്കറ്റ് ഇരിക്കുന്ന എല്ലാ തുണി എടുത്ത് തറയിടലാണ്. മുഴുവൻ തുണിയാണ്. ഒരുത്തനെ കഷ്ടപ്പെട്ട് ഉറങ്ങാനായിട്ട് പിടിക്കുമായിരുന്നേ. ഒരുത്തനെ കഷ്ടപ്പെട്ട് ഉറക്കാനായിട്ട് പിടിച്ചതാണ്. അപ്പോഴേക്കും ഇവന്റെ പ്രവർത്തികൾ കാരണം ഉണർന്നു. എന്നിട്ട് ഇതേ കളിക്കാൻ നിൽക്കുക. ഒന്നാമത് ഒരു ഉറക്കമില്ല, അതങ്ങനെ ഒരു കൊച്ച. ചേച്ചി പരാതി പറയുകയാണ് കേട്ടോ. എന്തോ പറ്റി മോളെ, അവനിട്ട് 4 കൊടുക്കണോ? ഒരു സമാധാനം ഇല്ല ഇസിന് 4 കൊടുക്കാതെ. എന്താ ഇസിന്റെ നോട്ടം? ആരാ അത്?